ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, നടിയെ ആക്രമിച്ച കേസിലെ അന്തിമ വാദം ഇന്ന് ആരംഭിക്കുമെന്നുള്ളതാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വാദം നടക്കുക. 1 മാസം കൊണ്ട് വാദം പൂർത്തിയായേക്കുമെന്നാണ് അറിയുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, ഗുഡ് മോർണിംഗ്. ഇന്ന് അന്തിമ വാദം തുടങ്ങുമെന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാകും കോടതിയുടെ പരിഗണനയിലേക്ക് വരിക? അന്തിമവാദം ഇന്ന് തുടങ്ങുകയാണ്. ഇന്ന് കോടതി എന്തൊക്കെ കാര്യങ്ങളാകും പരിഗണിക്കുക? അശ്വതി, കഴിഞ്ഞ അതായത് 2018 മാർച്ചിൽ തുടങ്ങിയ വാദമാണ്. കഴിഞ്ഞ 7.5 വർഷമായി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങളും അതേ തുടർന്നുള്ള വിവാദങ്ങളും ഒക്കെ വരാൻ തുടങ്ങിയിട്ട് 7.5 വർഷം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും കഴിഞ്ഞ ദിവസം അതിജീവിത ഇതുമായി ബന്ധപ്പെട്ട പ്രധാന തെളിവായ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ പരാതി നൽകിയിരുന്നു. അത് കോടതിയുടെ അധികാരത്തിലെടുത്ത് മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തതുമായിട്ടുള്ള പരാതി നിലനിൽക്കെ അതിൽ നടപടിയെടുക്കാൻ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഉൾപ്പെട്ട പരാതി നൽകിയിട്ടും അതിൽ നടപടിയെടുക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി, അതായത് ജുഡീഷ്യറിക്ക് മേലുള്ള ഭരണ സംവിധാനം ഇതിൽ ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതിക്ക് കത്ത് നൽകുന്ന സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, 3 തവണയാണ് മെമ്മറി കാർഡ് ഹാഷാലി മാറിയതുമായി ബന്ധപ്പെട്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് ആണ് ഇത് കണ്ടെത്തിയത്. പക്ഷേ ഹണിയം വർഗീസ് കോടതിയിൽ വെച്ച്, അതായത് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദും തിരസ്സദാർ സാജുദ്ദീനും മഹേഷ് മോഹനൻ എന്ന് പറയുന്ന ബെഞ്ച് ക്ലർക്കും കൂടിയാണ് പല തവണയായിട്ട് ഈ മെമ്മറി കാർഡ് തുറന്നു നോക്കുക. അത് വിവാ ഫോണിൽ, അതായത് സാജുദ്ദീന്റെ വിവാ ഫോണിലാണ് ഈ മെമ്മറി കാർഡ് തുറന്നു നോക്കിയെന്ന് പറയുന്നു. പിന്നീട് വിവാ ഫോൺ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായി. കോടതി തെളിവ് ചോദിച്ചപ്പോൾ വിവാ ഫോൺ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ, അതായത് കോടതിയിലെ ആളുകളെ രക്ഷിക്കാനുള്ള നീക്കമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ജഡ്ജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ള പരാതിയും കോടതി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നടിയെ ആക്രമിച്ച കേസിന്റെ അന്തിമവാദം തുടങ്ങുമ്പോൾ സംസ്ഥാന സർക്കാർ 2 ആഴ്ചത്തേക്ക്, അതായത് പ്രോസിക്യൂഷൻ വാദം തുടങ്ങാൻ 2 ആഴ്ചത്തേക്കുള്ള സമയം കൂടി ആവശ്യപ്പെട്ടുണ്ട്. 1 മാസത്തിനകം വിധി വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.